ഹായ് ഡിയേഴ്സ്, 2023 ക്യൂമിൽ നിന്ന് വന്ന PYQ ആണ്. വെക്ടറിൽ നിന്നാണ് ചോദ്യം. ദ വാല്യൂ ഓഫ് ലാംഡ ഫോർ വിച്ച് ദ വെക്ടേഴ്സ് I plus j minus k and lambda I plus 3j plus k are perpendicular. രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് ലാംഡയുടെ വാല്യൂ എന്നാണ് ചോദ്യം. രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെയാ ഡോട്ട് പ്രൊഡക്റ്റ് കാണുക? അപ്പോൾ a1i പ്ലസ് b1j പ്ലസ് c1k എന്ന് പറയുന്നത് ഒരു വെക്ടറും, രണ്ടാമത്തെ വെക്ടർ a2i പ്ലസ് b2j പ്ലസ് c2k രണ്ടാമത്തെ വെക്ടറും ആണെങ്കിൽ അവരുടെ ഇതിനെ ഞാൻ വെക്ടർ എ എന്നും ഇതിനെ ഞാൻ വെക്ടർ ബി എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഐ കമ്പോണന്റുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. സോ a1 into a2 പ്ലസ് ബി ജെ കമ്പോണന്റുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. b1 into b2 പ്ലസ് c1 into c2. ദാറ്റ് വാല്യൂ ബിക്കംസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് അതിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ രണ്ട് വെക്ടേഴ്സ് i പ്ലസ് ജെ മൈനസ് കെയും ലാംഡ i പ്ലസ് 3j പ്ലസ് കെയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഇതിന്റെ ഐ കമ്പോണന്റ് 1 ആണ്, ഇതിന്റെ ഐ കമ്പോണന്റ് ലാംഡ ആണ്. സോ 1 into ലാംഡ ദാറ്റ് ഈസ് ലാംഡ പ്ലസ് അടുത്തത് ജെ കമ്പോണന്റ് 1, ഇവിടെ ജെ കമ്പോണന്റ് 3 ആണ്. 1 into 3 ദാറ്റ് ഈസ് 3 പ്ലസ് കെ കമ്പോണന്റ് -1 ആണ്. -1 into 1 -1 എന്ന് വരും. സോ 3 -1 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ലാംഡ പ്ലസ് 3 -1, 3 -1 വാല്യൂ 2 ആണ്. ലാംഡ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ എത്ര എന്ന് വന്നു? ലാംഡ ഈസ് ഈക്വൽ ടു -2 എന്ന് വന്നു. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. താങ്ക് യു.